അപ്പൊ ഇലക്ട്രീഷ്യൻ, മഹീന്ദ്രയിൽ ജോലി, വെറുതെ ഇരിപ്പ്, ഹൗസ് വൈഫ്, ഹോട്ടലിലെ കുക്ക്. നിങ്ങൾ തമ്മിലുള്ള ശക്തിയേറിയ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ചോദ്യം: കോടതി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന വസ്തു എന്താണ്? കോട്ട്. ഡോക്ടർ അഡ്വക്കേറ്റിന്റെ കോട്ട്. അഡ്വക്കേറ്റിന്റെ കോട്ട്. ഓവർകോട്ട്. നോക്കാം. %25 പേര് മേജോറിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. കറുത്ത കോട്ടാണ് ഓർമ്മ വരുന്നത്. ചേട്ടാ, മറ്റേ അടിക്കുന്ന മറ്റേ അടിക്കുന്ന ഗ്ലാസ്, കാറ്റടിക്കുന്ന പമ്പ്. എന്താ അടിക്കുന്ന സാധനം? എന്താ ഓർഡർ പറഞ്ഞ പപ്പടം കുത്തി, ചട്ടുകം, കയ്യില് ചുറ്റിക, നാക്കിന്റെ തുമ്പത്ത് ചുറ്റിക ഇരുന്നിട്ട് ഇങ്ങോട്ട് കിട്ടാതെ പുള്ളിയുടെ പെട്ടാപ്പാട്ട്. കൊട്ടോടി എന്നൊക്കെ പറയുന്നത് ഭാഗ്യം കേട്ടാ. ചുറ്റിക ഓർമ്മ വരും അല്ലേ? നോക്കട്ടെ, ചുറ്റിക എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. 17% പേർക്ക് അത് ഓർമ്മ വരുന്നുണ്ട്. കണ്ണ് കെട്ടിയിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ? അല്ല, അതിന്റെ പേര് നീതി ദേവതയാണോ? അങ്ങനെ ഇപ്പൊ നിങ്ങളവർക്കും പുള്ളി ഭയങ്കര അറിവാന്ന്. അതല്ല, എല്ലാ കല്യാണ പരിപാടിയും കഴിഞ്ഞാൽ കോടതി കയറി ഇറങ്ങും അതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് മാത്രം ഓരോ വീട്ടിലും കല്യാണ പരിപാടി കഴിയുമ്പോൾ കുറഞ്ഞത് 30 പേർക്ക് വയർ അപ്സെറ്റ് ആയിട്ടുള്ള കേസുകൾ പുള്ളി വാദിക്കുന്നുണ്ട്. ജഡ്ജിന് ഒരു വാദിക്കാൻ നാണായി പോകുന്ന കേസാ അല്ലേ? നന്നാവുന്നുണ്ട് കേട്ടോ, കൊള്ളാം. നോക്കട്ടെ, നീതി ദേവത. 23%. സ്വിമ്മിംഗ് പൂള്. പിന്നെ പ്രതിക്കൂട് അല്ലേ? നോക്കട്ടെ, പ്രതിക്കൂട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. വെരി ഗുഡ്. 20% പേര് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തുറന്നു നോക്കാം. ഓപ്പൺ ഇ. ഗാന്ധിജിയുടെ ചിത്രം എല്ലാ കോടതിയിലും ഉള്ള ഒന്നാണ്. അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇനി ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. ഈ റൗണ്ട് അവസാനിച്ചു. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ ശതമാനാടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. അതാരാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ബിനോയ് 42, വർഷ 56, ജെറിൻ 47, സൗമ്യ 66. ഭയങ്കര ട്വിസ്റ്റ് ആയി പോയി ആക്ച്വലി അല്ലേ? എന്താ? ഞാൻ പെർഫോമൻസ് വെച്ച് എന്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും ഇവിടെ നടന്നു. എന്താ കണക്കൂട്ടിയത്? ഇല്ല, ഞാൻ പറയുന്നില്ല. പറയില്ല. മുത്ത് പുറത്താവുന്നല്ലേ നീ വിചാരിച്ചത്? നീ നമ്മുടെ മുത്ത് പുറത്താവുന്നല്ലേ വിചാരിച്ചത്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അറിയാതെ ചിന്തിച്ചു പോയി. മുത്തിന് വേണ്ടി ഭാര്യ ഇവിടെ നിന്ന് പുറയുന്നത് പ്രാർത്ഥിച്ചു. അതോടുകൂടി പുള്ളിയുടെ തീരുമാനമായി. എന്നോട് തോന്നല്ലേ?